The smell of Old Spice, a flat cap on the dash, windows roll down in the wind, white lights flying past. Singing along with the radio, a little latitude. Hanging on to that steering wheel was the man who hung the moon. Used to wrap my hands around his little finger. Turns out he was wrapped around mine. He said you can be anything you want to in this great big world, but I'm always gonna be Daddy's little girl. He always used to tell me, don't grow up too fast. Love will come and love will go. Your first won't be your last. I didn't always listen when he gave me advice. Now I hate to admit it, but that man was always right. He used to wrap my hands around his little finger. Turns out he was wrapped around mine. He said you can be anything you want to in this great big world, but I'm always gonna be Daddy's little girl. Daddy's little girl. When I count my blessings, I know where to start. He might not hold my hand no more, but he'll always, always hold my heart. He used to wrap my hands around his little finger. Turns out he was wrapped around mine. He said you can be anything you want to in this great big world, but I'm always gonna be, yes, I'm always gonna be Daddy's little girl. Daddy's little girl. I think I want you more than want. I know I need you more than need. I wanna hold you more than hold. When you stood in front of me, I think you know me more than know. And you see me more than see. I could die now more than die every time you look at me. Well, I've seen you in jeans with no makeup on, and I've stood there and all is your day for. ദൈവമായി തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്ന കർത്താവേ, മനോഹരമായ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. അതെല്ലാം അങ്ങയുടെ ദാനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം ദൈവം നയിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ പൗരദേവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നല്ലോ. ദൈവികമായ അനുഗ്രഹങ്ങളാൽ നടത്തണമേ. സൗഖ്യവും ആരോഗ്യവും ബലവും ദൈവകൃപയും എല്ലായ്പ്പോഴും ദാനമായി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂര്യായിരിക്കുന്ന ശുചിയുടെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഇടപെടൽ സൂക്ഷിക്കണമേ. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ശുചിയുടെ കലകളിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നടത്തിയ ദൈവം എത്ര നല്ലവനാണ് വല്ലഭനാണ് ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പരിമേൽപ്പിച്ച് ധന്യമായ അനുഗ്രഹീതമായ ദുദാശയിലേക്ക് പ്രവേശിപ്പാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന പ്രിയ മകനെ അവിടുന്ന് ആശീർവദിക്കണമേ. കർത്താവേ, ഇരു കുടുംബങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. വ്യത്യസ്തമായ കുടുംബജീവിത പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ
വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയ നമുക്കിലേക്ക് ദൈവസ്നേഹത്തിൽ ഒന്നായി തീരുമ്പോൾ കർത്താവിൻ്റെ ആശീർവാദവും അനുഗ്രഹങ്ങളും സ്വീകരിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന കൂദാശകളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകുന്ന ആചാര്യന്മാരെ വാഴ്ത്തണമേ. കൂടി വരുന്ന എല്ലാവരെയും സർക്കാരങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യാത്രകളിൽ കൂടെ ഇരിക്കണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ വളർച്ചയിൽ കൂടെ ഇരിക്കണമേ. യേശുവിനെ വളരുവാൻ വളർത്തപ്പെടുവാൻ ഇടയാക്കണമേ. തലവണക്കിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെയും ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അത് അനുഗ്രഹമായി തീരുവാനും തുടർന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രകളിൽ സഹായിക്കണമേ. വിവിധ രീതിയിൽ ഞങ്ങളെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും കരുതുകയും ചെയ്യുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. നാമം ഞങ്ങളുടെ മഹത്വം എടുക്കണമെന്ന് യേശുവിന്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പിതാവാം ദൈവമേ, അങ്ങയുടെ സ്നേഹവും ഏകജാതനാം പുത്ര അങ്ങയുടെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ സമുദ്രവാസവടികളോടും ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയമകളോടും അവൾക്കായി ഒരുക്കപ്പെട്ട മകനോടും വഴിയാത്രയോടും തുടർന്നുള്ള കൂദാശയോടും കർത്താവെ എല്ലാ സൽക്കാരങ്ങളോടും വന്നുകൂടപ്പെട്ടിരിക്കുന്ന അക്കാർപ്പെട്ടവരുടെ മേലും വാങ്ങിപ്പോയ സകല വരേതാത്മാക്കളോടും ഇന്ന് നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. Morning light breaking through the eastern hills, just you and me, while the earth stands still. Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just open road. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. In this day, we got the whole world at our feet. We'll take our time, yeah, we'll be who we wanna be. Under this sky, I'm so alive when you're with me. This open door, this empty page for the heart set free. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനായ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിലും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന പരിശുദ്ധ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉന്നതമായ നമ്മുടെ കർത്താവിൻ ശുശ്രൂഷകനാകുന്നു. ശുശ്രൂഷകനായ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളെ ഞങ്ങളുടെ ദിനങ്ങളും തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളും എന്നവരെയും ചെയ്യപ്പെടുവാനാകണമേ. ആമേൻ. ഞങ്ങളുടെ മണവാൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ ആദ്യമുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ ഗണങ്ങളും നിന്റെ മത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ സകലതയെ നീ അറിയിച്ചു. നിന്റെ സ്വാഭാവികമേ കഴിക്കണമേ. ഞാൻ വെളിവാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്ണയാകണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്ണയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെയൊക്കെയും മായിക്കണമേ. ദൈവമേ, എന്റെ ഹൃദയത്തിൽ സ്നേഹിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ ഉളവാക്കണമേ. നിന്റെ തിരുമുഖത്തിലേക്ക് തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, ദൈവത്തിനെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിനെ നീ സ്തുതിക്കും. കർത്താവേ, എന്റെ വായ് തുറക്കണമേ. എന്റെ വായുടെ സ്തുതികൾ പാടും. യോനോട് നന്മ ചെയ്യണമേ. പുരുഷന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതികളിലും ഹോമങ്ങളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ കൃപയുടെ നാളുകൾ ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാടുന്നു. ധന്യൻ പിൻവാസികളെ സന്തോഷിപ്പിച്ചോ. ഭക്തർ കരുണ കരുണാവേ മശീഹ സന്തോഷം. Wow.
ദിനമരുളി തിരുസഭയെ മശീഹ വേണ്ടോ പരിവാഹന തനുരുഭിരങ്ങൾ കൈ കൊണ്ടാണവളും ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയാഴത്തെ സംയോജിപ്പിച്ചാതിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സംയോജിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. തന്മൂലമായി കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യത്തിലുണ്ടാവുകയും ചെയ്യണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയെ തിരഞ്ഞെടുത്തു. എല്ലാവിധ കളങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും വിജയിക്കാൻ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയിക്കാൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസത്തിൽ അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിലും സ്വാതന്ത്ര്യം നൽകിയത് സ്വർഗീയ മണവാളൊരു സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സർവവംശങ്ങളെ ക്ഷണിച്ചവനെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാടിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നാഴികകളിലും ഞങ്ങൾ ആയുസ്സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലുപുണ്യവുമോ സ്വതഹായ കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്സോടെ അംഗീകരിക്കുകയും ചെയ്തവന്നെയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നഷ്ടപോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനമുണ്ട് ദൈവോടെ നിലനിൽക്കുകയും ചെയ്തു. ഇത് ദേവിക്ക് ഐശ്വര്യങ്ങൾ കുറവ് വരാതെ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. ഔദ്ധത്തിന്റെ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവെന്നത് നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിനെ ശക്തിയോട് കാപ്പെടുകയും ചെയ്തു. ജയകരമായ ശരത്തങ്ങളതിൽ മോചനമാക്കി വെടിപ്പോടെ നീ നൽകി
അതിനെ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ നൽകുന്ന നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലമായി പൂർണ്ണ നൽകുകയും ചെയ്യുന്നു. ഭാര്യാഭർത്താക്ക സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതാണെന്നും മോതിരം കൂടെ നിശ്ചയിച്ചവൻ നീയാണെന്നും ദൈവമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ സഭയുടെ മോതിരത്തെ അനുഗ്രഹിക്കുന്ന പോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളൻ പുത്രിയായി മണവാട്ടി ഞാൻ സമ്പൂർണ്ണം നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവയുടെ വിവാഹം സകലം മാലിന്യങ്ങളുടെ ഹേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായവരെ സന്തോഷിപ്പിക്കുവാനാകണമേ. നശ്വരമായ മരണായുഷ്കാലം മുഴുവൻ വിവരത്തിൽ ഇവരെ അനുകരിക്കുകയും ഇവരന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറിലേക്ക് കരുണയോടെ ഇവരെ അയക്കുകയും ചെയ്യണമേ. കർത്താവേ, ജനക്കൂട്ടത്തെയും പാപങ്ങളും രചനകളിലും മാലിന്യങ്ങളിലും പ്രമാദങ്ങളിലും സ്നേഹത്തോടെ സ്വതന്ത്രരാക്കി കൊല്ലണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവുമ്പാകും ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെ വിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ മോചനവും രണ്ട് രോഗങ്ങളിൽ നിന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ പണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു.
കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോചനത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലത്തെ ആയുഷ്കാലം നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് വാഹനത്തിനുള്ള യോധനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. പൂർത്തിയാക്കിയതുപോലെ ഇവരെ മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമയേറിയ വെളുപ്പിന്മതുകൊണ്ട് ഇവ അലങ്കരിക്കപ്പെടുവാനാകട്ടെ. എവരുടെ ബന്ധവും ചേർച്ചയും തന്നെ വിധാപ്രീതിക്കും യോഗ്യമാനത്തിലുള്ള സഭാ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ അവസ്ഥയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരുടെ നീക്കികളെയും അന്യ സ്നേഹിക്കാനും സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുലഭങ്ങളായ പുഷ്പങ്ങളേക്കാൾ സൗരഭ്യമേറിയ പരിതാപത്താൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. വഷളാക്കുന്ന ദുഷ്ടാത്മാവിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്നെ സന്നിധിയുടെ അനുഗ്രഹസമ്പന്നമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവ് ദാസരാജങ്ങളുടെ പ്രാർത്ഥനകളെ നീങ്ങാകണമേ. ഇവർക്ക് സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിന്റെ സദാശ്രയിക്കുവാനും എവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കഴിയണമേ. ഈ വിധത്തിനായി നിന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശീലായ ഈ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും ഞങ്ങളെല്ലാവരുടെയും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യട്ടെ. ും
സമൂഹത്തിന് 30, 40, 100 മിനിറ്റിനായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീഭാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടന്റെ സൈന്യങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. മഹത്വം ഉണ്ടാകട്ടെ. വളരെ സ്നേഹമുള്ള സഹോദര വൈദികരെ, കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ജോൺ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ റോഷയുടെ മാതാപിതാക്കളായ രാജനും റാണിയും എനിക്ക് കുടുംബപരമായി ബന്ധമുള്ളത് മാത്രമല്ല, പലപ്പോഴും ഞാൻ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തുറന്നുപോയി പോവുകയും കൂടുതൽ സ്നേഹം അവരുമായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ ഇടയാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ മകളുടെയും അജിത്തിൻ്റെയും വിവാഹത്തിൽ സംബന്ധിക്കുവാനും അതിന് പ്രധാന കാർമ്മികത്വം വഹിക്കുവാനും ചെറിയ ചിന്തകളെ സമയത്ത് ഞങ്ങളെ ഓർപ്പിക്കുവാനും ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാവുന്ന വിവാഹത്തിൻ്റെ ആദ്യ ശുശ്രൂഷ സമാപിച്ച് കിരീടവാഴിയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ അടിയും നമ്മൾ സൂക്ഷ്മതയോടെ വെച്ച് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അമേരിക്കയിൽ ഡിട്രോയിറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്, മിഷിഗൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്, അവിടെ ഡിട്രോയിറ്റ് എന്ന് പറയുന്ന പട്ടണമാണ്. സാധാരണ പ്രസംഗങ്ങളൊക്കെ പറയുന്ന ഒരു പഴയകാലത്ത് നടന്നു എന്ന് പറയുന്ന സംഭവം അത് ഞാൻ നിങ്ങളെ ഒന്ന് ആമുഖത്തിൽ ഓർപ്പിക്കുകയാണ്. ഒരു സന്ധ്യയ്ക്ക് ഒരാൾ കാർ ഓടിച്ചു വരുന്നു. ആ കാറ് ബ്രേക്ക് ഡൗൺ ആയി. ഇതൊരു 10, 70, 80 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ സാധാരണഗതിയിൽ പഴയ കാലങ്ങളിലൊക്കെ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയാൽ മറ്റുള്ളവരൊക്കെ പുറകെ വരുന്നവരൊക്കെ നിർത്തി അന്വേഷിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാറില്ല. കാലം ഒത്തിരി മാറിയിട്ടുണ്ട്. എന്നാൽ ഇത് നടക്കുന്ന കാലത്ത് ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇവരെ സഹായിക്കാനായിട്ട് ഭാവിച്ചു. ആർക്കും കാർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ ഉടമസ്ഥൻ വളരെ വിഷനായിട്ട് നിൽക്കുമ്പോഴേ ഒരു മനുഷ്യൻ കാറിൽ വന്നു. ഇവരാവശ്യപ്പെടാതെ തന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കാറ് സ്റ്റാർട്ടാവുന്നില്ല, അതിനെന്തോ കുഴപ്പമുണ്ട്. കീ തരാൻ പറഞ്ഞു. അദ്ദേഹം കാറിനകത്തോട്ട് കയറി കീ ഇട്ടു. എന്തോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ആ കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ വിഷമനായിരുന്ന ആ ആളിന് വലിയ സന്തോഷം തോന്നി. മറ്റാർക്കും സാധിച്ചില്ല, ഈ ആളെന്താ സാധിച്ചത്? ഉടനെ അയാൾ ഒരു ചോദ്യം ചോദിച്ചു, ഒരു കാർ മെക്കാനിക്. സാധാരണ കാർ മെക്കാനിക്കാണ് ഇതെല്ലാം അറിയാവുന്നത്. ഉടനെ ആ ആൾ മറുപടി പറഞ്ഞു, നോ, ഐ എം നോട്ട് എ കാർ മെക്കാനിക്, ബട്ട് ദിസ് കാർ ഈസ് ഡിസൈൻഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മീ. ഞാൻ കാർ മെക്കാനിക്കല്ല, പക്ഷേ ഈ കാർ ഡിസൈൻ ചെയ്തതും ഉണ്ടാക്കിയത് ഞാനാണ്. ആ മനുഷ്യൻ ഹെൻറി ഫോർഡാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഫോർഡ് കമ്പനിയുടെ സ്ഥാപകനാണ്. അദ്ദേഹമാണ് ഈ കാർ, അദ്ദേഹം ഉണ്ടാക്കിയ കാറാണ്, അദ്ദേഹം ഡിസൈൻ ചെയ്ത കാറാണ്. അതുകൊണ്ട് അതിൻ്റെ കേട് പോക്കുവാനായിട്ട് അദ്ദേഹത്തിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. അദ്ദേഹം ഡിസൈനറും പ്രൊഡ്യൂസറുമാണ്. ഞാനിത് പറഞ്ഞത് ഈ കുടുംബം നിങ്ങൾ തന്നെ പണിയാൻ സാധിച്ചാൽ പറ്റില്ല. ഇത് ദൈവം ഏകന്റെ തോട്ടത്തിൽ വെച്ച് സ്ഥാപിച്ച് നമുക്ക് തരികയും മനുഷ്യാവതാര കാലത്ത് ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കുന്നതിന് കൽപ്പിച്ച് സഭയിൽ വിവാഹ കൂദാശയാക്കി നമുക്ക് നൽകുകയും ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നിങ്ങൾ കുടുംബം പണിയാമെന്ന് വിചാരിക്കുക. ദൈവസന്നിധിയിൽ വെച്ചു കൊടുക്കും. ദൈവത്തിന് പരിഹരിക്കാൻ ഒക്കാത്ത ഒന്നുമില്ല. അത് നിങ്ങൾ നിഷ്ഠയോടുകൂടി നിങ്ങളുടെ ദിവസവുമുള്ള പ്രാർത്ഥനയിലും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ കുടുംബം പണിയാനായിട്ട് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തേത് നമ്മൾ പറയാനുള്ളത് പ്രായോഗികമായ ഇന്നത്തെ കാര്യങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത് ഒരു കൂദാശ മധ്യ എല്ലാം കൂടെ പറയാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് എനിക്ക് ഓർമ്മിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പോലെ തുറന്ന് സംസാരിക്കണം. പ്രാർത്ഥന കഴിഞ്ഞ് പകലത്തെ സന്തോഷവും വേദനയും ദുഃഖവും എല്ലാം തുറന്നു പറയാം. പല കുടുംബങ്ങളിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ
ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നമ്മൾ പെരുമാറേണ്ടി വന്നാൽ കുറേ കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കാനിടയാണ്. അതുകൊണ്ടൊരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ മനസ്സിന് വിഷമം തോന്നിയാൽ അന്ന് വൈകിട്ട് തന്നെ ഇരുന്ന് അത് പറഞ്ഞ് റിസോൾവ് ചെയ്യും. അതിങ്ങനെ കൂട്ടി വെച്ച് അത് പ്രയാസങ്ങളെ കടക്കാൻ ഇടയാകാം. ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ നിങ്ങൾ തമ്മിലും അങ്ങനെ പങ്കിടാൻ സമയം അന്യോന്യം കൊടുക്കണം. ഇപ്പോഴത്തെ കാലത്ത് പലപ്പോഴും കണ്ടുവരുന്നത് എൻ്റെ വിഷയം കൗൺസിലിംഗാണ്. ചില കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ഭാര്യയ്ക്ക് കൊടുക്കാനായിട്ട് ഭർത്താവിന് സമയമില്ല, ഭർത്താവിന് കൊടുക്കാൻ ഭാര്യയ്ക്ക് സമയമില്ല. അങ്ങനെയല്ല. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം പ്രധാനമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ സമയം കൊടുക്കണം. അത് ഭാര്യയ്ക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം. ഇപ്പോൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. നമുക്കറിയാം, ഭാര്യയെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഭർത്താവിനെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഇന്ന് മൊബൈലില്ലാതെ ആരും യാത്ര ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരുടെ പങ്കാളികൾ ചിലപ്പോൾ കൂടെ കാണത്തില്ല, പക്ഷേ മൊബൈൽ കൈ കാണും. അതിപ്പോൾ അങ്ങനെ ഒരു ലോകത്തിലായി, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സാധനം നമ്മുടെ ബന്ധങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കരുത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അതൊരു വിഘാതമാകരുത്. നിങ്ങളുടെ മൊബൈൽ ഓരോരുത്തരും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും പരിശോധിക്കുകയൊന്നും വേണ്ട. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഭർത്താവിനെ മറച്ച് എനിക്കോ എൻ്റെ മറച്ച് ഭർത്താവിനോ എന്തെങ്കിലും ഉണ്ടെന്നൊരു തോന്നൽ പോലും ഉണ്ടാകരുത്. രണ്ട് മൊബൈൽ അവരവർ ഉപയോഗിച്ചാൽ മതി. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മതയോടെ അന്യോന്യം എന്നെ മറച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഇത് ബന്ധങ്ങളൊന്നും ആകണമെന്നില്ല. മറ്റ് ഇടപാടുകൾ, മറ്റ് സ്നേഹബന്ധങ്ങളാണെങ്കിലും മതി. പക്ഷെ അത് ഭാര്യയും ഭർത്താവും ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നും മറയ്ക്കാതെ പഴയ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പോകാം. പക്ഷെ ഇന്നു മുതലുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മറച്ചു വെക്കാതെ നിങ്ങളുടെ സ്നേഹിതരും നിങ്ങളുടെ കൂട്ടുകാരും അന്യോന്യം പറഞ്ഞിരിക്കും. ഒരു കാര്യം പറഞ്ഞാതെ പോകരുത്. അങ്ങനെ മറച്ചു വെക്കുന്നത് പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ട്രസ്റ്റ് കുറയും, വിശ്വസ്തത കുറയും, വിശ്വാസം കുറയാനിടയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും തുറന്നു പറയുന്ന ആരോടാണ്? വളരെ ഇൻറ്റിമേറ്റ് ആയ ആളോടാണ്. ആ ഏറ്റവും വലിയ ഇൻറ്റിമസി ഉണ്ടാകേണ്ടത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവിടെ ആ രീതിയിൽ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും അന്നൊന്ന് പറഞ്ഞ് അതങ്ങ് പരിഹരിച്ചു പോകണം. അത് പറയുമ്പോൾ മൈൻഡ് യുവർ വേർഡ്സ്, വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കണം. റൂഡായ വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. മോഡസ്റ്റായി സംസാരിച്ച് ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് എന്തെങ്കിലും വിഷയം പ്രയാസങ്ങളുണ്ടെങ്കിൽ അന്ന് തന്നെ പരിഹരിച്ചു പോകണം. ഒരു പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ട് വർത്താനം പറയാനും കഴിഞ്ഞ് ഭർത്താവിനെ മുമ്പിലേക്ക് കുത്തിക്കൊണ്ടിരിക്കുന്നു. അത് അനിഷ്ടമായിട്ട് തോന്നിയാൽ അത് കഴിയുമ്പോൾ തുറന്നു പറയാം. നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങളിതേ കുത്തിക്കൊണ്ടിരിക്കുക, ഇത് തിരിച്ചും പറയണം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യവും മറച്ചു വെക്കാതെ അന്യോന്യം തുറന്നു പറയുന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ടാകും. മൂന്നാമതൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് രണ്ട് വ്യക്തിത്വങ്ങളാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി സ്ട്രെങ്ത്തും ഉണ്ട്, വീക്ക്നെസ്സും. ഈ വീക്ക്നെസ്സിനെ മാത്രം എടുത്ത് പറയാം. പല ഭാര്യാഭർത്താക്കന്മാരും അവരുടെ മനസ്സിൽ ഉള്ള പല കാര്യങ്ങൾ എല്ലാം കിട്ടുകയും കേട്ടോ. 100% തികഞ്ഞ ഒരു ഭർത്താവിനെ 100% തികഞ്ഞ ഒരു ഭാര്യയെ കിട്ടാൻ പോകുന്നില്ല. അത് ലോക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. പള്ളിക്കൂടത്തിൽ 100 മാർക്കുകളൊക്കെ കിട്ടിയതായിരിക്കും, അതും എല്ലാവർക്കും കിട്ടത്തില്ല, കുറച്ച് പേർക്കേ കിട്ടുള്ളൂ. മനുഷ്യബന്ധങ്ങളിൽ 100% ഇല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് മാത്രമേ ഉള്ളൂ 100%. ബാക്കി എല്ലാവരും ആപൂർണ്ണത. അതുകൊണ്ട് നമ്മൾ അയഥാർത്ഥമായ ലക്ഷ്യമൊന്നും മനസ്സിൽ വെക്കരുത്. നമ്മുടെ പങ്കാളികൾക്ക് ഒത്തിരി സ്ട്രെങ്ത് കാണും, വീക്ക്നെസ് കാണും. സ്നേഹമെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ദ വീക്ക്നെസ് ഓൾസോ. ബലഹീനത കൂടെ അംഗീകരിക്കണം. പിന്നെ ഈ ബലഹീനതയെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ പങ്കാളിയിലുള്ള നന്മയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഓരോ ദിവസവും നിങ്ങളുടെ ബന്ധം ആഴത്തിലുള്ളത് അങ്ങനെയാണ്. ചില ഭാര്യാഭർത്താക്കന്മാരുണ്ട്, സ്നേഹമുള്ളത് മറച്ചു വെക്കും, അത് ഉള്ളിലുണ്ട്. പിന്നെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ ബന്ധങ്ങൾ വഷളായി. അങ്ങനെയല്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നന്മയായിട്ടുള്ളത് ദിവസവും അന്യോന്യം അപ്രീഷിയേറ്റ് ചെയ്യും. അവിടെ സായിപ്പുമാർ ചെയ്യുന്ന പോലെ ആദ്യം വലിയ ഫ്ലാറ്റ് ചെയ്ത് പോകണമെന്നല്ല. എന്ത് വന്നാലും വണ്ടർഫുൾ എന്ന് പറഞ്ഞ് വളരെ പുകഴ്ത്തിപ്പോകണം എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നന്മയുള്ളതിനെ അംഗീകരിക്കുകയും
അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും കുറവുകളുള്ളതുണ്ടെങ്കിൽ രണ്ടുപേരുടെ ചേർന്ന് പരിഹരിക്കത്തക്കവണ്ണമുള്ള ഒരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുവാൻ വേണം നിങ്ങൾ വളരെ പരിശ്രമിക്കണം. ഇതുവരെ ഉള്ള ബന്ധങ്ങളൊന്നും കളയരുത്. മാതാപിതാക്കളോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം, മറ്റ് കൂട്ടായ്മകൾ, ഇതൊന്നും കളയരുത്. അതെല്ലാം ഇതിൻ്റെ കൂടെ കൊണ്ടുപോവുകയും വേണം. നിങ്ങളുടെ ബന്ധത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനുഷ്യരുടെ സപ്പോർട്ട്, അവരുടെ പ്രാർത്ഥന വേണം, അവരുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് അവരോടുള്ള ബന്ധങ്ങൾ നന്നായി സൂക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അനുഗ്രഹപ്രദമായ കുടുംബജീവിതം ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് തരും. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിന് വഴിവില്ലാത്ത മണമുറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ അബ്കുല സുബാൻ ലവൽമി നിന്റെ നന്മകളുടെ ശ്രദ്ധാൽ ശ്രദ്ധരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളാൽ കൊണ്ടുവരാൻ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവരെ സന്തോഷോല്ലാസങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസഭയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ും
സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ലാത്ത നല്ല വിനതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്നും അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതെ ഇരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യുക്തമാകുന്നു. നീ സന്തോഷിക്കുകയും എളിയവരും മൺമയനുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രേരിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നതിലും ഉത്തമരായിരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചലിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നീ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴികളിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ താൽപര്യങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാകുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ നാശത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെ ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീ പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സാദൃശ്യമുള്ളവരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി ആക്കി മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സ്ഥലമിൽ
പുത്തനെ പട്ടണത്തിൽ കല്യാണവിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുറിച്ച് നിൽക്കുന്ന ഈ ദാസനെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവവും നിറഞ്ഞതായ നിന്റെ വലത്തുകയും ഇവരുടെ മേൽ ആവശ്യപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുദ്ധനും ഞങ്ങളെയും ഇവരെയും യോഗ്യരാകുക. സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മഷികായുള്ള സ്നേഹത്താൽ പരിശുദ്ധിക്കപ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ പ്രകാരം നിങ്ങൾ ഭർത്താക്കന്മാരനുസരിക്കുകയും എന്നാൽ മഷികാസപ്പെടുന്നവയും ശരീരത്തിലെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മഷികായിന്റെ കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സ്ഥലത്ത് കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മഷികാതെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വന്നതാൽ വെണ്ണയുള്ളതാക്കി ഇതവളെ ചെറിയോ ചുളുമോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ വളർന്നു കഴിക്കുന്നതും പരിശുദ്ധവുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മഷികാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഇരുവരും ഏകശരീരമായി ജീവിക്കുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മഷിയായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാവട്ടെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും ഈ ഭൂമിയെ ദീർഘായുമായിട്ട് നിന്റെ പിതാവിനെ നിന്റെ മാതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തോടുകൂടി പ്രഥമകൽപ്പനയാകുന്നു. ദൈവത്തിന്റെ ജീവനുള്ള നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ വിശുദ്ധായിട്ടും ലോകത്തിന് ജീവൻ രക്ഷയെ പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നും ശരീരമായിട്ടുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യാത്ര പുറപ്പെട്ട യോദ്ധാനും
ഈ ഒരു ചൂടുകാലം നിങ്ങൾ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വകാര്യം ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അവനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരസ്നേ ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്ന നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാശന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ അങ്ങനെയാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യനിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്ന ഗ്രഹിക്കട്ടെ എന്ന് കൽപ്പിച്ചരുളി ചെയ്തു. പാർക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടാകട്ടെ. ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ ശക്തിക്കുമെതിരായി അധികമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Modiya
മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാരിൻ അണിയിക്കും മകുടം രമ്യ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാരിൻ അണിയിക്കും മകുടം രമ്യ അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും ഭർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ഈ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്നെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള പദ്ധതി വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് അകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിൽ സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവേയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പരിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവ് ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങൾ തലയിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുമായി വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വപ്പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ ദൈവം നിങ്ങളെ സമ്പന്നരാക്കി ആ പാപിനിയുടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. നസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മറയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി കരയറ്റാം. അതിപ്പോഴും എല്ലായ്പ്പോഴും
എന്നും എന്നേക്കും തന്നെ. ആമേൻ. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സത്പ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവേശിയുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീബായുടെയും വെടിപ്പുള്ള ഏവന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നത്. ഹൃദയ ശുദ്ധിയും ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യമായ വിശുദ്ധ കന്യാമൂർത്തി മറിയാമിനെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലതുകയും എന്നും എന്നേക്കും നിങ്ങളെല്ലാം ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും കർത്താവിനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ കടപ്പെട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ
ഞങ്ങൾ നിങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിത്യവധമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താനുമാനുമായ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസാഗ്രതാരം സ്ഥലത്തിൽ ഇറങ്ങി വിശുദ്ധ റോമായ ദൈവമാതാവായ വിശുദ്ധ ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറക്കപ്പെട്ട കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവ് അനുഭവാതിരുന്നവനും ജീവനുള്ളവരെ മനുഷ്യരെ വരുവാൻ തന്റെ വലിയ മതത്തോടെ നീ വരുവാതിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശു മിശിഹായെ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്മരണം വളരും അവൻ ലബനോൻ കാരകൾ പോൽ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ കൂദാശയിൽ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹാകുന്ന ത്രിയേക ദൈവമേ, ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കപ്പെട്ടയും അംഗീകരിക്കപ്പെട്ടയുമായി തീരുമാറാകണമേ. അബോർ റുഹോക്കാദീശോ ഹോശോ വബുക്കൂലു സുബാന വൽമീ. ആമേൻ. ഞങ്ങളൊക്കെ കൂടിയായിരിക്കുന്ന
seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. You can kill the lights, you can draw the blinds. My heart shackled down, bound to your bed. Can you stay a while? Keep me by your side. Fill my scattered heart, fix me, I said. We could lay here underneath the river if you stay, if you stay. We could sleep here underneath the river if you stay, if you stay. We could go home. We could go home.
love of my life, look deep in my eyes. There you will find what you need. And give me your life, the lust and the lies, the past you're afraid I might see. You've been running away from me, yeah, now you're my beloved lover, I'm yours. Death shall not part us, and you I died for better or worse, forever will be. My love, it unites us, and it binds you to me. ഞങ്ങളെ അവളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സമയത്തായി ഭവനത്തിൽ കടന്നു വരുവാനും നിന്റെ നാമത്തെ പാടി സ്തുതിക്കുവാനും ഇടയാക്കി വൻ കൃപയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എവിടെ എൻ്റെ നാമത്തിൽ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അരുളിച്ചത് കർത്താവേ, നീങ്ങിപ്പോകാത്തതായ നിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ഭവനത്തെയും കടന്നു വന്നിരിക്കുന്ന എൻ്റെ മക്കളെല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളിച്ചത് കർത്താവേ, നീങ്ങിപ്പോകാത്തതായ സമാധാനവും വാഴ്വുകളും കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പേര് പേരായി സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളിൽ അബ്രഹാമിൻ്റെയും സാറായുടെയും ഇസഹാക്കിൻ്റെയും റബേക്കായുടെയും യാക്കോബിൻ്റെയും റാഹേലിൻ്റെയും എല്ലാ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഇവരുടെ കുടുംബജീവിതത്തെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ ഏറ്റവും പരിപേക്ഷണീയമായ ഘടകങ്ങളാണല്ലോ പരസ്പര സ്നേഹവും ത്യാഗസന്നദ്ധതയും. അവ നിലനിർത്തി ഏറ്റവും ഉത്കൃഷ്ടമായ കുടുംബജീവിതം കാഴ്ചവെക്കുവാൻ അവിടുത്തെ മക്കൾക്ക് സംഗതിയാക്കുമാറാകണമേ. കുടുംബജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവങ്കലിട്ടുകൊള്ളുക എന്നുള്ള ആശ്വസിപ്പിക്കുന്ന വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ശക്തിയും പ്രാപ്തിയും അവിടുത്തെ മക്കൾക്ക് പ്രദാനം ചെയ്തു കൊടുക്കുമാറാകണമേ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന നിർദ്ദേശിച്ച കർത്താവേ, സത്യപ്രകാശമായ നിന്നിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് നന്മാധിഷ്ഠിതമായ പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന വിളക്കുകളായി പരിലസിക്കുവാൻ അവിടുത്തെ മക്കൾക്ക് സംഗതിയാക്കുമാറാകണമേ. ഇരു കുടുംബത്തിലെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പ്രത്യേകമായിട്ട് തിരുസന്നിധിയിൽ സമർപ്പിക്കുമാറാകണമേ. ഈ ഭവനത്തെയും പ്രത്യേകമായിട്ട് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നസ്രത്തിൽ എളിയ ഭവനത്തിൽ ഇറങ്ങി വസിച്ച് ഞാൻ അനുഗ്രഹിച്ചനായ കർത്താവേ, ദിവ്യമാതിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ഭവനത്തെയും നിറയ്ക്കുമാറാകണമേ. ഈ ഭവനവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ദൂരെ ചാരിമരിക്കുന്ന എല്ലാവരെയും സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ സ്വർഗീയ ഊർജ്ജലേമിൽ അബ്രഹാമി മടിയിൽ വസിപ്പിക്കണമേ. ഞങ്ങൾ സമ്പൂർണ്ണമായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരോടെ ക്ഷണിച്ചതുപോലെ ഞങ്ങളുടെ പാപമാണ് ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യം ശക്തിയും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സഹവാസവും ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളുടെ മേലും, സന്നിഹിതരായി തുറന്ന മക്കളുടെ മേലും, മാതാപിതാക്കളുടെ മേലും, ബന്ധുമിത്രാദികളുടെ മേലും, ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ സംഗതികളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നെ ഉണ്ടായിരിക്കുമാറാകണമേ. Like a firefly, open the night, alive and bright, chasing old shadows.
grow shorter as I lie free. Passing streetlights and starry moonlights and I fly free. The days grow longer and nights grow shorter as I lie free. Passing streetlights and starry moonlights and I fly free. Hey! 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 There I see, I feel no sorrow. Jale nikle. ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാൻ അലഞ്ഞിടുമേ. എൻ വെയിലിനും മുകിലിനും അലിയുവാൻ നിൻ മനമിതാ വെണ്ണിലാവാനമായി ഒരേ വഴിയിലിരാവോളം ഒഴുകി നാം കെടാതെരി